ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മാവലിക്കര സെന്റർ മാർത്തമ യുവജന സഖ്യ അംഗങ്ങൾ 50 ദിവസത്തെ വലിയ നോമ്പിൽ ലെൻ ഡ്രോപ്സ് എന്ന പേരിൽ നോമ്പ് ധ്യാനങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായിരുന്നു. ഈ ധ്യാനങ്ങൾക്ക് നേതൃത്വം നൽകിയതായ സഭയിലെ അഭ്യന്തരായ തിരുമേനിമാരോടും ബഹുമാനപ്പെട്ട വൈദികരോടും അതിലുപരി യുവതി യുവാക്കളോടുള്ളതായ സന്തോഷവും നന്ദിയും സെന്റർ പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യമേ അറിയിക്കട്ടെ. ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ച യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടതായ ദിനം. യേശുക്രിസ്തുവിന്റെ ക്രൂശ മരണം അത് ആഗ്രഹിച്ചിരുന്നായ താൽപര്യപ്പെട്ടിരുന്നായ ഏവർക്കും സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. നാളെ ഈസ്റ്റർ ദിനം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ആഗ്രഹിച്ചിരുന്ന ഏവർക്കും സന്തോഷത്തിന്റെ ഒരു ദിനമാണ്, പ്രത്യാശ പകരുന്നതായ ദിനമാണ്. ദുഃഖവെള്ളിയുടെ തൊട്ടടുത്ത ദിവസമായ ഇന്ന് ദുഃഖ ശനിയാഴ്ച പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മറ്റെല്ലാവരും പറയുന്നതായ ഒരു വാർത്ത, യേശു ജീവനോടെ ഇരുന്നപ്പോൾ താൻ ഉയർത്തു നിൽക്കും എന്ന് പറഞ്ഞത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവന്റെ കൂടെയുള്ള ആളുകൾ ഒരുപക്ഷെ അവന്റെ ശരീരം മോഷ്ടിച്ച ശേഷം അങ്ങനെ പറയാനായിട്ട് ശ്രമിക്കും. അത് നമുക്ക് പഴയതിലും കൂടുതൽ പ്രയാസം ഉളവാക്കും എന്ന വാർത്തയാണ് നൽകുന്നത്. പീലാത്തോസ് അതിന് പറയുന്നത്, ഞാൻ അധികം കാവൽക്കാരെ തരാം, കല്ലറ പോയി ഭദ്രമാക്കുക എന്ന് പറയും. മരണശക്തിയെ വിജയിച്ചതായ കർത്താവ്, എല്ലാ അന്ധകാര ശക്തിയെയും വിജയിച്ച കർത്താവ്, പക്ഷെ ഈ കാവലിനെയും കല്ലറകളെയും അതിന്റെ എല്ലാവിധമായ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമുക്ക് ഉള്ള പ്രത്യാശയുടെ ഏക സന്ദേശം എന്ന് പറയുന്നത്. എല്ലാ മരണശക്തികളെയും അതിജീവിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്നും സന്തോഷം പകരുന്നതായ ഒരു ദിനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പീലാത്തോസിനടുക്കൽ വന്ന് പറയുന്നതായ ആളുകൾക്കുള്ള ഒരു ഭയം, ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ദിനത്തിൽ പറയാനായിട്ടുള്ളത്, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതായ വാർത്തയ്ക്കപ്പുറമായി ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയോടെ ആ ഉയർപ്പിനെ സ്വീകരിക്കാനും വരവേൽപ്പാനും പ്രത്യാശയിൽ ആനന്ദിക്കാനും വേണ്ടി നമുക്ക് ഒരുങ്ങേണ്ടതായ ഒരു ദിനമാണ് ഈ ശനിയാഴ്ച. എല്ലാ ശക്തികളെയും അന്ധകാര ശക്തിയെയും അതിജീവിച്ചവനായ കർത്താവ് ഈ ശക്തിയെയും അതിജീവിക്കും എന്നുള്ളതായ പ്രത്യാശയോടെ നമുക്ക് സന്തോഷത്തോടെ ഈസ്റ്ററിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങാം. എല്ലാവർക്കും സന്തോഷകരമായ ഈസ്റ്ററും കൂടി ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ ശോഷണം വരാതെ, ഭയപ്പെട്ടു പോകാതെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലും ദൈവത്തിന്റെ വചനങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.